സൗജന്യ വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട കർഷകർക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. KSEB കർഷകർക്ക് കുടിശ്ശികയുടെ നോട്ടീസ് നൽകിയതിലാണ് മന്ത്രിയുടെ വിശദീകരണം. അതേസമയം 1200 കോടി രൂപ KSEBക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നും തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത 413 കർഷകർക്ക് KSEB നോട്ടീസ് നൽകിയിരുന്നു. കുടിശ്ശിക ഉടൻ അടയ്ക്കാൻ അറിയിച്ചായിരുന്നു നോട്ടീസ്. ഇതോടെ കർഷകർ ആശങ്കയിലായി. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കർഷകർക്കല്ല കൃഷി വകുപ്പിനാണ് നോട്ടീസ് എന്നും മന്ത്രി കെ ശിവൻകുട്ടി പറഞ്ഞു. കൃഷി വകുപ്പിന് നോട്ടീസ് കൊടുത്തത് കൃഷി വകുപ്പിനാണ്, കർഷകർക്കല്ല. കർഷകർക്ക് നോട്ടീസ് കൊടുത്താൽ അവര് ഉപഭോക്താവാണ്, അവർക്ക് കൊടുത്താണ്. അത് കൃഷി വകുപ്പ് തരാനുള്ള പണത്തിന് വേണ്ടിയിട്ടാണ്. 300 കോടി രൂപയോളം കൃഷി വകുപ്പ് കിട്ടാൻ എന്തായാലും സംസാരിച്ച് തീർക്കും. അതൊരു കട്ട് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായില്ല. പ്രകൃതിക്ഷോഭത്തിൽ 126 കോടി രൂപയുടെ നഷ്ടം KSEBക്കുണ്ടായി. പ്രതിസന്ധിക്കിടയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. KSEBക്ക് മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും 1200 കോടിയോളം രൂപയാണ് ലഭിക്കാനുള്ളത്. ഈ തുക തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വലിയൊരു ബാധ്യത ബോർഡിന് വരികയാണ്. ഫൈനാൻസ് മിനിസ്റ്ററായിട്ടും ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതാണ് അതിൽ ഉള്ളത്. വിവിധ വകുപ്പ് മന്ത്രിമാരായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാൾമെന്റായി പണം അടപ്പിക്കാനുള്ള സമീപനമെങ്കിലും ഉണ്ടാകണമെന്നാണ് വൈദ്യുതി വകുപ്പ് പറയുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.